ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടം വീഡിയോയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ആത്മീയതയിൽ മുന്നേറുമ്പോൾ പ്രധാനമായും നമുക്കുണ്ടാകാവുന്ന സംശയമാണ്, നമ്മൾ ഏത് നിലവാരത്തിലാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ? ദൈവവുമായുള്ള ബന്ധത്തിലെ പുരോഗമനം എങ്ങനെയാണ്? നാം പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിൽ നിലപാടെടുക്കുന്നതും ഏത് തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ചുകൊണ്ടാണ്? വിശ്വാസത്തിൽ ഒരിടത്തും നിൽക്കാനാവില്ല. നിരന്തരമായ ഒരു ചലനം വിശ്വാസത്തിനുണ്ട്. മുൻപോട്ടുള്ള ഈ പ്രയാണത്തോടൊപ്പം നമ്മൾ ആയിരുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മോടൊപ്പം വരും. അവിടെ ദൈവവുമായുള്ള ബന്ധത്തിൽ എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ നാം എന്ത് തരത്തിലാണ് ദൈവസ്നേഹത്തിൽ വളരുക എന്ന് മനസ്സിലാകും. ദൈവത്തോടുള്ള പ്രണയത്തിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ വ്യാപരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ആ സ്നേഹത്തിന്റെ അഭിവൃദ്ധിക്ക് അനുസരിച്ചാണ് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ നമുക്ക് പുരോഗമിക്കാൻ പറ്റുക. ലോകത്ത് ദൈവരാജ്യത്തെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ട നാം ലോകത്തോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാൻ മാത്രമല്ല, അനുഭവപ്പെടുത്താൻ കൂടി കരുത്തുള്ളവരായിട്ട് മാറണം. പ്രധാനമായും ഭക്തിയാണ് ദൈവത്തോട് ചേർന്നിരിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖല. വിശ്വാസം ജനിക്കുന്നത് ഭക്തിയിലൂടെ മുന്നേറുമ്പോഴാണ്. അഥവാ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്ന ഒന്നായി ഭക്തി ഉണ്ടാകണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിന്റെ വൈകാരിക തലമായിട്ട് ഭക്തി ഉണ്ടാവും. ഈ ഭക്തിയിലൂടെയാണ് പലപ്പോഴും നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക. ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് പ്രവൃത്തി വഴി മറ്റുള്ളവരുടെ സ്നേഹമായി പരിവർത്തിപ്പിക്കപ്പെടണം. അങ്ങനെ സ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിന്റെ പ്രധാന ലക്ഷണങ്ങൾ 4 തരത്തിൽ നമുക്ക് കാണാം. ദൈവഭക്തിയിൽ വളരുമ്പോൾ 4 തരത്തിലാണ് നാം മുന്നേറുക. 1 യജമാനദാസ്യ ഭക്തിയാണ്. 2 സ്നേഹിത ഭക്തിയാണ്. 3 പിതൃപുത്ര ഭക്തിയാണ്. 4 മാധുര്യ ഭക്തിയാണ്. ഈ 4 കള്ളികൾക്കകത്ത് ദൈവഭക്തിയെ തളച്ചിടണമെന്ന അർത്ഥത്തിലല്ല, അതിനെങ്കിൽ ഏതൊരു ഘട്ടത്തിലെങ്കിലും ചെന്ന് നിൽക്കുമെന്ന അർത്ഥത്തിലുമല്ല. ഈ 4 ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഒരാൾ യജമാനദാസ്യ ഭക്തിയിലായിരിക്കുമ്പോൾ സ്നേഹിത ഭക്തി അയാൾ പ്രകടിപ്പിക്കാം. പുത്ര ഭക്തിയിലേക്ക് വരാം. ഇനി അതുമല്ലെങ്കിൽ മാധുര്യ ഭക്തിയിലേക്കും വരാം. എന്നാൽ ഈ ചുവടുകളെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴാണ് നാം ഏത് നിലവാരത്തിലാണ് ദൈവവുമായുള്ള ബന്ധത്തിലെന്നും നാം ഏത് തരത്തിലാണ് അതിന്റെ പ്രതിപ്രവർത്തനമായി സാഹോദര്യത്തിൽ മുന്നേറുന്നതെന്നും തിരിച്ചറിയാൻ പറ്റും. അതിനുള്ളൊരു പരിശോധനയാണ് നമ്മൾ നടത്തുക. സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഏത് തലത്തിലാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ. യജമാനദാസ്യ ഭക്തി സാധാരണഗതി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. യജമാനദാസ്യ ഭക്തി എന്ന് വെച്ചാൽ ദൈവം യജമാനനാണ്, സർവത്തിന്റെ ഉടയവനാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെ. അങ്ങനെ ഉടയവനായ ദൈവവുമായുള്ള ഒരു ബന്ധം നാം പുലർത്തുന്നത് എങ്ങനെയാണ്? ദൈവം എല്ലാറ്റിൻ്റെയും കാരണഭൂതൻ, സർവത്തിൻ്റെയും ഉടയവൻ, എല്ലാറ്റിൻ്റെയും പരിപാലകൻ. ആ ദൈവത്തിന് മുമ്പിലാണ് നാം. അവിടെ നാം ദൈവത്തെ കർത്താവേ എന്ന് വിളിക്കുന്നത് അർത്ഥപൂർണമാകും. കർത്താവ് എന്നാൽ ലോർഡ് എന്നാണ്, അഥവാ യജമാനൻ എന്ന അർത്ഥത്തിലാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മാമ്രയുടെ ഓക്കുമരച്ചുവട്ടിൽ വെച്ച് അബ്രഹാം ദൈവത്തെ കാണുന്നുണ്ട്. ഉൽപ്പത്തി 18:1 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കിത് കാണാം. അങ്ങനെ കാണുമ്പോൾ ദൈവപുരുഷന്മാരെ കണ്ട് അബ്രഹാം അവരെ വിളിക്കുന്നത് യജമാനനെ എന്നാണ്. 3 പേരെയാണ് കാണുന്നത്, വിളിക്കുന്നത് യജമാനനെ എന്നാണ്. യജമാനൻ ദൈവമാണ്. ആ അർത്ഥത്തിലാണ് യജമാനൻ എന്ന് വിളിക്കുക. ദൈവത്തെ പ്രതി അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന സ്വാഗതം, ദൈവത്തിന് കൊടുക്കുന്ന പരിചരണമാണ് അബ്രഹാം ദൈവപുരുഷന്മാർക്ക് കൊടുക്കുന്നത്. ദൈവം യജമാനനാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം മുതലേ നമുക്ക് കാണാം, സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം, എല്ലാം നമുക്കായി നൽകുന്ന ദൈവം, എല്ലാറ്റിനെയും ഉടയവൻ ദൈവമാണ്. ഈ ഉടയവ സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ പോകുന്നതാണ് വീഴ്ചയായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ ജീവിതത്തിലും ഒരു ബന്ധമുണ്ടാകുമ്പോൾ അത് യജമാനദാസ്യ ബന്ധമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. സകലത്തിനെയും ഉടയവനായ ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ. അടിസ്ഥാനപരമായൊരു ബോധ്യമാണ്. എന്നാൽ ആ ബോധ്യത്തിൽ മാത്രം നമുക്ക് നിലനിന്ന് പോകാൻ കഴിയില്ല. അങ്ങനെ അടിമയായിട്ടല്ല ദൈവം നമ്മെ സ്വീകരിക്കുന്നത്. ദുലയ്യ എന്ന പദമാണ് മറിയം ദൈവദൂതനോട് പറയുക. മംഗളവാർത്ത അറിയിക്കുമ്പോൾ പറയുന്നത് ദുലയ്യ എന്നാണ്, അടിമയായിരിക്കൽ, ഞാൻ അങ്ങയുടെ ദാസി എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 24-ാം അധ്യായത്തിൽ ഇസ്ഹാക്കിന് വധുവിനെ കണ്ടെത്താനായിട്ട് അബ്രഹാം ഒരു ദാസനെ ചുമതലപ്പെടുത്തുന്നുണ്ട്. ആ ദാസൻ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ യജമാനനായ അബ്രാഹത്തിന്റെ ദൈവമേ. യഥാർത്ഥത്തിൽ
തന്റെ യജമാനൻ, ആ യജമാനായ ദൈവത്തോട് ഈ ദാസൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഈ കർത്തവ്യം ചെയ്യാനുള്ള കഴിവ് നൽകണമേ, അതിനെന്നെ ശക്തിപ്പെടുത്തണമേ. പ്രവാചക ഗ്രന്ഥങ്ങൾ പ്രധാനമായിട്ടും ഏശയ്യാ പ്രവചനത്തിൽ 1-ാം അധ്യായത്തിൽ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ അനുസരിക്കാതെ പോകുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇസ്രായേൽ അനുസരിക്കാതെ പോകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1:3 നമുക്ക് വായിക്കാം. കാള തന്റെ യജമാനെ അറിയും, കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയും എന്റെ ജനം അറിയുന്നില്ലല്ലോ. ദൈവം എല്ലാം നൽകുന്നവനാണെന്നും ദൈവമാണ് എല്ലാറ്റിനും ഉടയവനെന്നും തിരിച്ചറിയാതെ പോകുന്ന, സ്വതന്ത്രമായ ബുദ്ധിക്കും സ്വന്തം ഇഷ്ടത്തിനും പോകുന്ന മനുഷ്യനെ കുറിച്ചാണ് അവിടെ പറയുക. ഇസ്രായേൽ താങ്കളുടെ വഴിക്ക് തിരിയുന്നു, യജമാനായ ദൈവത്തെ തിരിച്ചറിയുന്നില്ല. ഈശോ മത്തായി സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ കളകളുടെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. കളകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ യജമാനോട് ദാസന്മാർ ചെന്ന് ചോദിക്കുകയാണ്, യജമാനെ, നീ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ ഈ കളകൾ എവിടെ നിന്നു? മത്തായി സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 27-ാം തിരുവചനത്തിൽ അവിടെ യജമാനനാണ് ദൈവം, കളകൾ വിതയ്ക്കുന്നത് പിശാചാണ്, ശത്രുവാണ്. അപ്പൊ യജമാനെ, നീ നല്ല വിത്തല്ലേ വിതച്ചത്, അവിടെയും ദൈവത്തെ യജമാനായിട്ട് കാണുന്ന ഭാവമാണ് നമുക്ക് കാണാൻ പറ്റുക. മത്തായി സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനങ്ങളിൽ നിർദ്ദയനായ ഒരു ഭൃത്യന്റെ ഉപമ പറയുന്നുണ്ട്. യഥാർത്ഥ യജമാനായ ദൈവം അവനോട് കടങ്ങൾ ക്ഷമിക്കുന്നു. അവൻ യജമാനന് ബാധ്യതപ്പെട്ടവനായിരുന്നു, അവനോട് യജമാനൻ ക്ഷമിക്കുന്നു. പക്ഷെ അവൻ തന്റെ സഹസേവകനോട് ക്ഷമിക്കുന്നില്ല. അപ്പൊ അവിടെ ഈശോ പറയുന്നുണ്ട്, ഈ യജമാനൻ അവനെ കാരാഗൃഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. കാരണം അവൻ യജമാനന്റെ സ്വഭാവമുള്ളവനായി മാറുന്നില്ല. യജമാനൻ ക്ഷമിച്ചതുകൊണ്ട് മറ്റുള്ളവർ ക്ഷമിക്കുന്നവനായി മാറുന്നില്ല. നമ്മൾ ദൈവത്തെ പിതാവായി ഉടയവനായി കാണുമ്പോൾ പ്രധാനമായിട്ടും നമുക്കുണ്ടാകേണ്ടത് ദൈവം നമ്മോട് ക്ഷമിച്ചു എന്നതിന്റെ അടയാളമായി മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു യജമാന ബന്ധം അതിനകത്ത് കാണാൻ പറ്റും. അവിടെ ഉപമയിൽ പറയുന്നത്, ഈ യജമാനന്റെ സ്വഭാവമനുസരിച്ച് അല്ലെങ്കിൽ ക്ഷമയനുസരിച്ച് സഹസേവകനോട് ക്ഷമിക്കാത്തത് കൊണ്ട് നിർദ്ദയനായ ഈ ഭൃത്യനെ കാരാഗ്രഹ വിചാരിപ്പുകാർക്ക് യജമാനെ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവം നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളോടും ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നതിന്റെ ഉദാഹരണമായിട്ടാണ് അവിടെ യജമാനെ അവതരിപ്പിക്കുന്നത്. അവിടെയും ദൈവം യജമാനനാണ്. നമ്മളെപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് പറയാൻ വേണ്ടി, നിരന്തരമായി ജാഗരൂകരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് പറയാൻ വേണ്ടി ലൂക്കാ സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും അവിടെ നിന്ന് പറയുമ്പോൾ ദൈവം യജമാനായിട്ടാണ് വരിക. മത്തായി സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 37 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവം നമ്മെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. യജമാനൻ ഒരു ജോലി ഏൽപ്പിച്ചു ഭൃത്യന്, അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനാണ്. അങ്ങനെ ചെയ്യാതെ സുഖലോലുപരായി കഴിയുന്നവരെ കുറിച്ചാണ് പറയുന്നത്. യജമാനൻ വരുമ്പോൾ ഈ ശിഷ്യൻ യജമാനന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാത്തവരെ കണ്ടാൽ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് ജാഗരൂകരായിരിക്കണം. ലൂക്കാസ് സുവിശേഷത്തിലും സമാനമായ വചനം നമുക്ക് കാണാം. അവിടെയും പറയുന്നത് ദൈവം യജമാനാണ്, ദൈവം നമ്മെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. യജമാന്റെ ഭൃത്യൻ എന്ന നിലയ്ക്ക് കൃത്യനിഷ്ഠയോടെ ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ബാധ്യതയുണ്ട്. അപ്രകാരം ചെയ്തില്ലെങ്കിൽ നമുക്ക് എതിരെ യജമാനൻ കോപിക്കും. അതുകൊണ്ട് യജമാനന്റെ മുൻപിൽ നമ്മൾ നിരന്തരം യോഗ്യരായിരിക്കാൻ ജാഗരൂകരായിരിക്കണം. ഈ ലോകത്തിന്റെ മായകളിൽ കുടുങ്ങിപ്പോകരുത്, സുഖലോലുപതയിൽ കുടുങ്ങിപ്പോകരുത് എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ താലന്തുകളുടെ ഉപമ നാം ഏറെ കേട്ടിട്ടുള്ള ഉപമയാണ്. അവിടെ യജമാനൻ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഭൃത്യന്മാരെ വിളിച്ച് താലന്തുകൾ ഏൽപ്പിക്കുന്നതാണ്. അവിടെയും ദൈവം യജമാനാണ്, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ എന്ന് ഭൃത്യന്മാരെ വിളിക്കുന്നു. നമുക്കൊക്കെ താലന്തുകൾ നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ നൽകുന്ന ഓരോ അവസരങ്ങളും, നമുക്ക് നൽകുന്ന കഴിവുകളും നമുക്കുള്ള സമയവും എല്ലാം താലന്തുകളാണ്. അവയൊക്കെ വിനിയോഗിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ കഴിയണം. അങ്ങനെ സ്നേഹം വർദ്ധിപ്പിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് പറ്റണം. അത് പറ്റുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ശിക്ഷ ഉണ്ടാകും. അവനെ പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുവനെന്ന് പറയുന്ന സ്ഥിതി ഉണ്ടാവും എന്നാണ് ഇവിടെയും ഉപമ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഉപമകളിലൊക്കെ ദൈവം യജമാനനാണ്. ഈശോ ഒരു യജമാനത്വം ദൈവത്തിനുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് യജമാന ദാസ്യബന്ധം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം. ദൈവമാണ് ഉടയവൻ, ദൈവം ഏൽപ്പിച്ചതാണ് ജീവിതം, ഈ ജീവിതം താലന്താണ്, ഇത് മറ്റുള്ളവർക്കൂടെ വിനിയോഗിക്കേണ്ടതാണ് എന്നൊരു ബോധ്യം നിലനിർത്തിയാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കണം. ഈ യജമാനദാസ്യബോധം നമുക്കുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് റോമർ ലേഖനം 14:4 പറയുന്നുണ്ട്.
മറ്റൊരുവന്റെ സേവകനെ വിധിക്കാൻ നിങ്ങൾ ആരാണ്? അവൻ വീഴുകയോ നിൽക്കുകയോ ചെയ്യുന്നത് യജമാനന്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് നമ്മുടെ യജമാനൻ ദൈവമായിരിക്കുന്നത് പോലെ മറ്റുള്ളവരുടെയും യജമാനൻ ദൈവമാണ്. അവർ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത് ദൈവസന്നിധിയിലാണ്, യജമാനന്റെ മുമ്പിലാണ്. യജമാനൻ അവരെ താങ്ങിക്കൊള്ളും. മറ്റുള്ളവരെ വിധിക്കാനിടയാകരുത്. വിധിക്കുമ്പോൾ യജമാന ദാസ്യ ബന്ധത്തിന്റെ ലംഘനം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അടിസ്ഥാന ബോധ്യമായി ഉണ്ടാവേണ്ട കാര്യമാണ് ദൈവം ഉടയവനാണ് എന്ന ബോധ്യം. ആ ബോധ്യത്തിൽ നിന്ന് വീണു പോകുമ്പോൾ അതിനെതിരെ വിധി ഉണ്ടാകും എന്നൊരു കാര്യമാണ് വചനം ഇവിടെ സൂചിപ്പിക്കുക. എഫേസ്യർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 9-ാം തിരുവചനത്തിൽ യജമാനന്മാരോടായി പറയുന്നൊരു കാര്യമുണ്ട്. ഭൂമിയിലെ യജമാനന്മാർ, നിങ്ങളുടെ യജമാനത്വം ഭൂമിയിലുള്ളതുപോലെ സ്വർഗത്തിൽ നിങ്ങളുടെയും നിങ്ങളെ ശുശ്രൂഷിക്കുന്നവരുടെയും ഒരു യജമാനുണ്ട്. അതുകൊണ്ട് ഈ രണ്ടുപേരും ഒരു യജമാന്റെ കീഴിലാണെന്ന് ഓർമ്മയോടെ വേണം പെരുമാറാൻ എന്നാണ് പറയുക. അതായത് മറ്റുള്ളവരുടെ കരുണയും സ്നേഹവും പ്രകടിപ്പിക്കാൻ കഴിയണം. ദൈവത്തിന്റെ യജമാന ഭാവം അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവമല്ല, ദൈവത്തിന്റെ യജമാന ഭാവം സ്വാതന്ത്ര്യത്തിൻ്റെതാണ്. ഈ ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുകയും മറ്റുള്ളവർക്കെതിരെ തിരിയുകയും ചെയ്യുമ്പോൾ അവരുടെയും യജമാനായി സ്വർഗത്തിൽ ഒരാളുണ്ടെന്നും അവനാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും വിധിക്കുന്നതുമെന്നും നമ്മൾ തിരിച്ചറിയണം. കരുണാരഹിതമായ സ്വഭാവം നമ്മുടെ പക്ഷത്തു നിന്നുണ്ടാകരുത്. യജമാനന്റെ ബോധ്യം നമ്മുടെ മുമ്പിലുണ്ടാകണം. എല്ലാവരും യജമാനന്റെ ദാസന്മാരാണ്. എല്ലാവരോടും യജമാനത്വം പുലർത്താൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. നമ്മുടെ യജമാനത്വം സ്വർഗീയമായ യജമാനത്വത്തിന് വിപരീത ദിശയിലായി മാറരുത് എന്നാണ് വചനം ഓർമ്മിപ്പിക്കുക. കൊളോസ്യർ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം പറയും, നിങ്ങൾ നിങ്ങളുടെ ഭൃത്യന്മാരോട് സമഭാവനയും സ്നേഹവും നീതിയും പുലർത്തണം, നിങ്ങൾക്കും ഒരു യജമാനൻ സ്വർഗത്തിലുണ്ട്. അപ്പൊ സ്വർഗീയനായ ഒരു യജമാനനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതം ഈ യജമാനന്റെ ഇഷ്ടപ്രകാരം വിനിയോഗിക്കാനുള്ളതാണ്, സ്വതന്ത്രമായി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ളതല്ല എന്ന അടിസ്ഥാന ബോധ്യം നമുക്കുണ്ടാകണം. ഇനി യജമാനദാസ്യ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. മറ്റുള്ളവരോടുള്ള ബന്ധത്തിലാണ്, യജമാനെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലാണ്. വാസ്തവത്തിൽ ഇതാണ് യജമാനദാസ്യ ബന്ധമെങ്കിലും നാം സാധാരണഗതിയിൽ ഭക്തിയിൽ കാണുന്നത് ദൈവം ഉടയവനാണ്, സർവശക്തനാണ് എന്ന് ഏറ്റുപറയുന്ന ഭാവമാണ്. അവിടെ ദൈവം വേറൊരുവനായിട്ട് മാറി നിൽക്കും. ദൈവം നമുക്ക് ഉപരിയായ ഒരുവനായിട്ട് മാറി നിൽക്കും. ഒരു സുപ്രീം ഫോഴ്സിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളായി, ചെറിയ ഒരാളായിട്ട് നമ്മൾ നിൽക്കും. അങ്ങനെ ഒരു ബോധ്യത്തിൽ നമുക്കൊരു നിലപാടുണ്ടാകണം ഹൃദയത്തിൽ. നാം ഏതൊക്കെ തരത്തിൽ ഭക്തിയിൽ വളരുമ്പോഴും ആത്മീയതയിൽ പുരോഗമിക്കുമ്പോഴും നാം എന്തൊക്കെയാണെന്ന് ധരിക്കുമ്പോഴും ഹൃദയത്തിൽ നിന്ന് വിടാതിരിക്കേണ്ട ഒരു ഭാവമാണ് യഥാർത്ഥ യജമാനൻ ദൈവമാണ്. അവൻ ഏൽപ്പിച്ച പണി മാത്രമേ നമുക്കുള്ളൂ. അവന്റെ മുമ്പിലാണ് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഈ ഒരു ബോധ്യത്തോടെ സാമൂഹ്യ ബന്ധത്തിലും പരസ്പരമുള്ള ജീവിതത്തിലും നമുക്ക് മുന്നേറാൻ കഴിയണം എന്നൊരു കാര്യമാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. യജമാനദാസ്യ ഭക്തി എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റു ഭക്തിയിലേക്കൊക്കെ നമ്മൾ വളരുമ്പോഴും അടിസ്ഥാന ഭാവമായി ദൈവമാണ് യജമാനൻ, എല്ലാവരുടെയും യജമാനൻ. ആ യജമാനന്റെ മുമ്പിലാണ് നമ്മൾ ദാസ്യവൃത്തിയാണ് ചെയ്യുന്നത് എന്ന ബോധം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ വയലിൽ ഒഴുകോ കിളയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ട് തിരികെ വന്നിട്ട് പറയേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ കൽപ്പിച്ചവ മാത്രമേ ചെയ്തിട്ടുള്ളൂ, മെച്ചമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവിടെ പോലും നമുക്ക് പല വീഴ്ചകളുമുണ്ട്. ആ വീഴ്ചകളുള്ളപ്പോൾ ദൈവത്തിന് മുമ്പിൽ ഇങ്ങനൊരു മനോഭാവം നമുക്കുണ്ടാകണം. ദൈവത്തെ ഉടയവ സ്ഥാനത്ത് കാണാൻ നമുക്ക് പറ്റണം. അവിടെയാണ് കർത്താവ് എന്ന വിളി യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായിട്ട് മാറുക. അപ്പൊ അതുകൊണ്ട് ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഭക്തിയാണ് യജമാനദാസ്യ ഭക്തി. ഇത് എത്രയേറെ പുരോഗമിക്കുമ്പോഴും കൂടെ ഉണ്ടാവേണ്ടതാണ്. പുരോഗമനത്തിന്റെ വഴികളിലൂടെ ഒക്കെ പോകുമ്പോഴും ആത്മീയ വഴികളിൽ പുരോഗമിക്കുമ്പോഴും അടിസ്ഥാന ഭാവമായി ഇത് നിലനിന്നില്ലെങ്കിൽ നമുക്ക് എന്തോ മേന്മയുള്ളതായി നാം കരുതാനും വീണു പോകാനും ഇടയുണ്ട്. അങ്ങനെ നമ്മുടെ പുണ്യത്തിലും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ അഭിരമിക്കുന്നവരായി നമ്മൾ വീണുപോകും. നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ഉന്നതമായ സ്ഥാനമുള്ളവരാണ് തെറ്റിദ്ധരിക്കും. വാസ്തവത്തിൽ എല്ലാവരോടുള്ള സമഭാവനയിലും നീതിയിലും പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അതിന് യജമാനദാസ്യ ഭക്തി കൂടിയേ തീരും. എന്നാൽ ഈ യജമാനദാസ്യ ബന്ധത്തിൽ മാത്രമല്ല നമുക്ക് നിൽക്കാൻ പറ്റുക, പുരോഗമനം, വളർച്ച ആവശ്യമുണ്ട്. അവിടെയാണ് ഒരു സ്നേഹിത ഭാവം ഉണ്ടാകുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ 33:11 ദൈവം മോശയോട് സ്നേഹിതനോടെന്ന പോലെ മുഖാമുഖം സംസാരിച്ചിരുന്നു. ദൈവം യജമാനായിരിക്കെ തന്നെ ദൈവത്തിന്റെ സ്നേഹിത ഭാവത്തിലേക്കാണ് മോശ വിളിക്കപ്പെടുന്നത്. മോശയോട് മുഖാമുഖം ദൈവം സംസാരിക്കും. ഇത് പ്രകടമാകേണ്ടത് മറ്റുള്ളവരുടെ ബന്ധത്തിലാണ്. ജോബിന്റെ 6:14 അത് പറയുന്നുണ്ട്. സ്നേഹത്തിലുള്ള ബന്ധത്തിൽ പുരോഗമിക്കുമ്പോൾ, സ്നേഹത്തിൽ വളരുമ്പോൾ നാം യഥാർത്ഥത്തിൽ സർവശക്തനുള്ള ഭക്തിയിലാണ് പുരോഗമിക്കുന്നത്. ജോബ് അങ്ങനെയാണ് പറയുക. അപ്പൊ സ്നേഹിതരുമായുള്ള ബന്ധത്തിൽ, അവരുമായുള്ള ബന്ധത്തിൽ സ്നേഹിതഭാവം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവഭക്തിയായിട്ട് മാറുക. സ്നേഹിത ഭക്തി എന്നത് മുൻപോട്ടുള്ള പ്രയാണമാണ്. യജമാനത്വത്തിൽ നിന്ന് അല്പം കൂടി ആഴമേറിയ ഒരു ബന്ധമാണ് സ്നേഹിത ഭക്തിയുടെ.
യെശയ്യാപ്രവചനത്തിൽ 41:8 ദൈവം ഈ സ്നേഹിതഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനോട് സംസാരിക്കുന്നുണ്ട്. എന്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാത്തിന്റെ സന്തതി. അവിടെ വീണ്ടും നമുക്ക് കാണാം സ്നേഹബന്ധത്തിൽ പുരോഗമിക്കുന്നു. ദൈവം ഉടയവനാണ്, അതേസമയം സ്നേഹിതഭാവം വെളിപ്പെടുത്തുന്നു. ദൈവം നാം ഭൂമിയിൽ കാണുന്ന അതീശത്വമുള്ള ഉടയവന്റെ ഭാവമല്ല, ദൈവം സ്നേഹിത ഭാവത്തിലാണ്. ആ സ്നേഹിത ഭക്തിയിലേക്ക് നമുക്ക് പുരോഗമിക്കാൻ കഴിയണം. അങ്ങനെയില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകലം പാലിക്കുന്നവരായി നമ്മൾ ജീവിക്കാനിടയുണ്ട്. ദൈവം യജമാനാണെന്ന് പറയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ ഭയഭക്തികൾ നമുക്കുണ്ടാകുമെങ്കിലും അതൊരു അകലം സൃഷ്ടിക്കാനിടയുണ്ട്. അവിടെ സ്നേഹിത ഭക്തിയിലേക്ക് നമുക്ക് പുരോഗമിക്കാൻ കഴിയണം. ഈശോ ഭൂമിയിലേക്ക് വന്നപ്പോൾ ചുങ്കക്കാരുടെയും വേശ്യകളുടെയും ഒക്കെ കൂട്ടുകാരനായിരുന്നു എന്നാണ് പറയുക. മത്തായി സുവിശേഷത്തിൽ 11:19 അവനെക്കുറിച്ച് ആളുകൾ ആക്ഷേപം ഉന്നയിക്കുന്ന അങ്ങനെയാണ്, ചുങ്കക്കാരുടെയും വേശ്യകളുടെയൊക്കെ സ്നേഹിതനായ മനുഷ്യൻ. അങ്ങനെ എല്ലാവരും സ്നേഹിത ഭാവത്തിലാണ് ക്രിസ്തു വരുന്നത്. ദൈവത്തിന്റെ യജമാനത്വം മറച്ചു വെച്ചിട്ട് സ്നേഹിത ഭാവത്തിലേക്ക് ക്രിസ്തു വരുന്നു. സ്നേഹിത ഭാവത്തിലേക്ക് അവിടെ നിന്ന് വരുന്നത് ദൈവത്തോടുള്ള സ്നേഹിത ഭാവത്തിൽ നിന്ന് മാത്രമേ മറ്റുള്ളവരോടുള്ള സ്നേഹിത ഭാവം ജനിക്കൂ എന്നതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിനെ സ്നേഹിതനായി കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവരെല്ലാം സ്നേഹിതരായി മാറും. മറ്റുള്ളവരിലാണ് ദൈവം എന്ന പരമാർത്ഥം ഉള്ളിൽ ഒരു ബോധ്യമായി ഉണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥ സ്നേഹിത ഭാവത്തിൽ നമുക്ക് പുരോഗമിക്കാൻ കഴിയും. മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കുന്ന ഒരു സംഭവം ഉപമയായിട്ട് യേശു പറയുന്നുണ്ട്. യജമാനൻ വഴി ചെന്ന് നാൽക്കവലയുന്ന ആളുകളെയൊക്കെ വിളിക്കുന്നു. അവസാനം കൂലി കൊടുക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായി കൊടുക്കുന്നു. അവിടെ പിറുപിറുപ്പുണ്ടാവും. അങ്ങനെ പിറുപിറുക്കുന്നവരോട് താൻ ജോലിക്ക് വിളിച്ച് തനിക്ക് സേവനം ചെയ്തതിന് കൂലി കൊടുക്കുമ്പോൾ യജമാനൻ പറയുന്ന വാക്യം എങ്ങനെയാണ്? സ്നേഹിത, നിന്നോട് ഞാൻ 1 ദനാറയ്ക്കല്ലേ ഉടമ്പടി ചെയ്തിരുന്നത്, ആ 1 ദനാറ വാങ്ങി നീ പോയിക്കൊള്ളുക. അതായത് സ്നേഹിതഭാവമാണ്. ദൈവം ഒരാൾ തെറ്റ് ചെയ്യുമ്പോഴും ദൈവത്തിനെതിരെ പിറുപിറുക്കുമ്പോൾ പോലും ദൈവം പുറപ്പെടുവിക്കുന്നത് സ്നേഹിതഭാവമാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ തന്നെ 22:12 വിവാഹവിരുന്നിന്റെ ഉപമയെ നമുക്ക് കാണാം. അവിടെ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാൾ വിവാഹവേദി വിരുന്നിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവനെ പുറത്താക്കേണ്ടതാണ്, ദേഷ്യപ്പെടേണ്ടതാണ്. പക്ഷെ അവനോടും ദൈവം പറയുന്നത്, സ്നേഹിത, നീ എന്തുകൊണ്ടാണ് വിവാഹവസ്ത്രം അണിയാതെ വേദിയിൽ പ്രവേശിച്ചത്? അപ്പോൾ അവിടെ ദൈവം പ്രകടിപ്പിക്കുന്നത് ഒരു സ്നേഹിത ഭാവമാണ്. ദൈവം കാർക്കശ്യത്തിന്റെ സ്വഭാവത്തിലല്ല, സ്നേഹിത ഭാവത്തിലാണ്. ഇത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മെ പുരോഗമിപ്പിക്കും, ഒപ്പം തന്നെ സാഹോദര്യത്തിലും നമ്മെ പുരോഗമിപ്പിക്കും, മറ്റുള്ള ബന്ധത്തിൽ നമ്മെ പുരോഗമിപ്പിക്കും. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ തന്നെ 26-ാം അധ്യായത്തിൽ 50-ാം തിരുവചനത്തിൽ തന്നെ ഒറ്റിക്കൊടുക്കാനായി വരുന്ന യൂദാസിനെയും യേശു വിളിക്കുന്നത് സ്നേഹിത എന്നാണ്. കാരണം ദൈവത്തിന്റെ സ്വഭാവം സ്നേഹിത ഭാവമാണ്. ആ ദൈവത്തോട് സ്നേഹിതന്റെ ഭാവം ഉണ്ടാവും. നമുക്ക് കാണാവുന്ന ഭക്തിയിലെ ചില കാര്യങ്ങൾ പറയാം. ഇപ്പോ നവനാളുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ യജമാനദാസ്യ ഭക്തിയുടെ ഒരു ഭാഗത്തു നിന്നാണ്. കാരണം നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരുടെ മധ്യസ്ഥമൊക്കെ അപേക്ഷിച്ച് നമ്മൾ പറയും, ദൈവം വലിയ ആളാണ്, അപ്പൊ ദൈവത്തിന്റെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റില്ല എന്നൊരു ബോധം ഈ യജമാനദാസ്യ ഭക്തി നിന്ന്. ഇനി ഈ സ്നേഹിത ഭക്തിയുടെ കാര്യം ഞാൻ പറയാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ കപ്പുച്ചനച്ചന്മാരെ കണ്ടിട്ടില്ല? അവര് കൈയൊന്നും കൂപ്പാതെ കൈയൊക്കെ കെട്ടി ദിവ്യകാരുണ്യത്തിലേക്കൊക്കെ നോക്കി നിൽക്കുന്നതാണ്. അവർക്ക് ദൈവം സ്നേഹിതനാണ്, കൂടെ നടക്കുന്ന ഒരാളാണ്. കൂടെ നടക്കുന്ന ഒരാളായി ദൈവത്തെ കാണുന്നതുകൊണ്ട് ബാഹ്യമായ ഒരു ആരാധനാ ഭാവമൊന്നും അവർ പ്രകടിപ്പിക്കില്ല. വിശുദ്ധ കൊത്രേസ്യ തന്റെ ജീവിതത്തിലെ സഹനത്തിലൊക്കെ ദൈവത്തെ കാണുന്നത് സ്നേഹിതനായിട്ടാണ്. അതുകൊണ്ട് കളിപ്പന്താണ് താനെന്ന് പറയാനായിട്ട് പറ്റും. വിശുദ്ധ അന്തോനിയുടെ അടുത്ത് ഈശോ പുലർത്തിയിരുന്ന ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ സ്നേഹിത ഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹിതനായിട്ട് ദൈവം വരുന്നു. സ്നേഹിത ഭക്തി എന്നത് ദൈവത്തോടുള്ള അകലം കുറയ്ക്കുന്നതാണ്. സ്നേഹിത ഭക്തിക്ക് ഒരു വീഴ്ച ഉണ്ടാകാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ സ്നേഹം കൂടിക്കൂടി വരുമ്പോഴത്തേക്കും ബഹുമാനം കുറഞ്ഞു പോകും. അങ്ങനെയല്ലേ? സ്നേഹം വർദ്ധിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താ? ബഹുമാനം കുറഞ്ഞു പോകും. അവിടെയാണ് യജമാനദാസ്യഭക്തി വിടരുത് എന്ന് പറയുന്നത്. അവിടെ സ്നേഹിത ഭക്തിയിലൂടെ പുരോഗമിക്കുമ്പോഴും യജമാനദാസ്യബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. എന്നെ ദൈവം സ്നേഹിതനായിട്ട് കാണുന്നു, എന്റെ സമനായതുകൊണ്ടല്ല, അത് കാരുണ്യം കൊണ്ടാണ്. ആ കാരുണ്യം കൊണ്ടാണ് സ്നേഹിതഭാവം എന്ന് ബോധ്യം എനിക്കുണ്ടാകണം. എന്റെ സ്നേഹിതഭാവം ഞാൻ പ്രധാനമായും പുലർത്തേണ്ടത് മറ്റുള്ളവരോടാണ്. അത് ദൈവം പുലർത്തുന്നത് പോലെ കാരുണ്യത്തോടെ ആകണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി സ്നേഹിത ഭക്തിയിലുണ്ട്. അതുകൊണ്ട് സ്നേഹിത ഭക്തിയെ മനസ്സിലാക്കണം. നമ്മളത് പരിശോധിച്ചു നോക്കണം. ദൈവത്തിലുള്ള ബഹുമാനം കുറഞ്ഞു പോകുന്നുണ്ടോ, ആദരവ് കുറഞ്ഞു പോകുന്നുണ്ടോ, ഭക്തിയിൽ വീഴ്ച വരുന്നുണ്ടോ? അവിടെയൊക്കെ സ്നേഹിത ഭക്തിയിലൂടെ പുരോഗമിക്കുന്നതിന്റെ ആകാം യജമാനദാസ്യഭക്തി പൂർണ്ണമായും കൈവിട്ട് കളയുന്നതുകൊണ്ടാണ്. അപ്പൊ അത് കൈവിടാതെ തന്നെ ഒരു സ്നേഹിത ഭാവത്തിലേക്ക് നമുക്ക് പുരോഗമിക്കാൻ കഴിയണം. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ ഈശോ പ്രബോധനങ്ങൾ നൽകുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ശരീരത്തെ കൊല്ലുന്നതിന് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. അവിടെയും ഈശോ വിളിക്കുന്ന സ്നേഹിതരെ ഞാൻ നിങ്ങളോട് പറയുന്നു.
ദൈവം സ്നേഹഭാവത്തിലാണ്. ദൈവം ഈ ഉടയവസ്ഥാനം മറച്ചു വെച്ചിട്ട് സ്നേഹഭാവത്തിൽ, കാരണം ഉടയവസ്ഥാനമാകുമ്പോൾ അകലം വർദ്ധിക്കും, ആ അകലം വർദ്ധിക്കാതെ ഈശോ പറയാണ്, സ്നേഹിതരെ ഞാൻ നിങ്ങളോട് പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. അവിടെ സ്നേഹിതനായിട്ടാണ് ദൈവം പറയുന്നത്. യേശു സ്നേഹിത ഭാവമാണ് വെളിപ്പെടുത്തുന്നത്. സ്നാപകൻ ദൈവത്തിന്റെ ഒരു സ്നേഹിത ഭാവത്തിലാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ നമുക്കിത് കാണാം. 3:29 പറയുന്നുണ്ട്, മണവാളൻ കൂടെയുള്ളവർ സന്തോഷിക്കും. അടുത്തു നിന്ന് മണവാളന്റെ സ്വരം ശ്രവിക്കുന്ന സ്നേഹിതൻ, തന്നെ സ്നേഹിതനായിട്ടാണ് യോഹന്നാൻ വെളിപ്പെടുത്തുക. അപ്പൊ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കുക, ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നവരാകുക, ദൈവത്തോട് നിരന്തരം ബന്ധത്തിലായിത്തീരുക എന്ന സ്നേഹിത ഭാവത്തിനുണ്ട്. മണവാളന്റെ അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് സ്വയം പരിഗണിക്കണം. ദൈവത്തിന്റെ സ്നേഹിത ഭാവത്തിലാണെന്ന് ബോധ്യമുണ്ടാണ്. അപ്പൊ സ്നേഹവാനായ ദൈവത്തിന്റെ സ്നേഹിതനാകുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹിതനായി മാറണം എന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹിത ഭക്തി കേവല ഭക്തിയായി മാറാതെ ജീവിത പ്രയോഗമായിട്ടും കൂടി മാറേണ്ടതുണ്ട്. അതിൽ എത്രത്തോളം പുരോഗമിക്കാൻ കഴിയുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ ലാസർ ഉയർപ്പിക്കുന്ന സംഭവമുണ്ട്. അവിടെ 11:11 ഈശോ പറയുന്നത്, നമ്മുടെ ലാസർ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉയർത്താൻ പോകുന്നു. ലാസറിനെ സുഹൃത്തായിട്ടാണ് ഈശോ പരിഗണിക്കുന്നത്. സൗഹൃദഭാവം എങ്ങനെയാണ് പ്രയോഗത്തിൽ വരേണ്ടതെന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അവനെ ഉയർപ്പിക്കുന്നവനായിട്ട് മാറുന്നു. അവരെന്നെ ഉദ്ധിതനാക്കാനുള്ള ശേഷി നമുക്ക് ഓരോരുത്തർക്കുണ്ട്. ഒരാളെ അയാളുടെ ഏത് വീഴ്ചയിൽ നിന്നും നിരാശയിൽ നിന്നും പുരോഗമിപ്പിക്കാൻ, ഉദ്ധിതമാക്കാനുള്ള സ്നേഹശേഷി ക്രിസ്തുവിൽ നമുക്കുണ്ട്. സ്നേഹത്തിനെ ഉയർപ്പിക്കാൻ പോകുന്നു. അവിടെയും ഈശോ ലാസറിനെ കാണുന്നത്, അഥവാ നമ്മെ ഓരോരുത്തരെയും കാണുന്നത് സ്നേഹിതരായിട്ടാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 13-ാം തിരുവചനത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി ക്രിസ്തു സ്വയം സമർപ്പിക്കുന്നതിന്റെ പുറകിലുള്ളത് സ്നേഹിതഭാവം എന്ന് പറയുന്നു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പൊ സ്നേഹിതരായിട്ട് ദൈവം നമ്മെ ഉയർത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ദാസരാണ്, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹിതഭാവത്തിലേക്ക് നമുക്കൊരു ഉയർച്ച ഉണ്ടാവണം. കേവലമായി ദൈവം സ്നേഹിതനാണ് എന്ന് കരുതുന്ന, ക്രിസ്തുവിനോട് സംഭാഷണത്തിലൊക്കെ ഏർപ്പെടുന്ന നിരവധി പേരുണ്ട്. പ്രാർത്ഥനയിൽ വളരുമ്പോൾ യേശുവിനെ സ്നേഹിതനായി കണ്ടുകൊണ്ട് സൗഹൃദഭാവത്തിൽ സംഭാഷണം നടത്തുന്ന ശീലമൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ സ്നേഹിതനായി കാണുമ്പോൾ ദൈവത്തെ പ്രതി മറ്റുള്ളവർ സ്നേഹിതരായി മാറുകയും എല്ലാവർക്കും വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തുകയും ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥ പുരോഗമനത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുക. ഇനി ഈ സ്നേഹിതഭാവത്തിൽ നിന്ന് കുറെ കൂടി ആഴമേറിയ ബന്ധമാണ് പിതൃപുത്ര ഭാവം. അവിടെ മനുഷ്യരുമായെല്ലാം സാഹോദര്യത്തിലേക്ക് എത്തുക എന്നതാണ് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ളത്. യേശയ്യാ 43:6 പറയും, വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ പറയും. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് എന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കൊണ്ടുവരും. സകലരെയും ദൈവത്തിന്റെ പുത്രീപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുന്നുണ്ട് ദൈവം എന്നൊരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ദേവാലയം നീതി കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പത്രോസിനോട് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ പുത്രന്മാർ കപ്പം കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ യഥാർത്ഥ പുത്രസ്ഥാനത്താണ്, കപ്പം കൊടുക്കേണ്ടവരല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നെങ്കിലും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി, നിയമത്തെ നിഷേധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നികുതി കൊടുക്കും. യഥാർത്ഥത്തിൽ നമ്മൾ നികുതി കൊടുക്കേണ്ട, ഒരു അടിമപ്പണം കൊടുക്കേണ്ട രീതിയിലല്ല ജീവിക്കുന്നത്, പുത്രസ്ഥാനത്താണ്. ഉപമകൾ നിരവധി എടുത്ത് ദൈവത്തെ പിതാവായിട്ട് കാണുന്ന രീതി പറയുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 28-ാം തിരുവചനത്തിൽ ആ ഭാഗത്ത് നമുക്ക് കാണാം, അവിടെ ഒരു പിതാവിന് 2 മക്കൾ. ഒരാളോട് വയലിൽ പോകാൻ പറയുന്നു, അയാൾ പോകുന്നില്ല. പോകാന്ന് പറയുന്നു, പോകുന്നില്ല. മറ്റൊരാളോട് പറയുന്നു പോകാൻ, അയാൾ പോകില്ല എന്ന് പറയുന്നു, പക്ഷെ പോകുന്നു. പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്ന 2ാമത്തെ പുത്രനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്, അനുതാപപൂർണമായി എങ്ങനെയാണ് പിതാവിലേക്ക് അടുക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയാണ് വചനം പറയുക. അവിടെയും ദൈവം പിതാവിന്റെ സ്ഥാനത്താണ് ഉപമയിൽ അവതരിപ്പിക്കപ്പെടുക. ഇനി വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ ഏറെ പ്രശസ്തമായ ധൂർത്തപുത്രന്റെ ഉപമയിലും ദൈവം പിതാവാണ്, പിതാവും 2 പുത്രന്മാരും. അവിടെ ദൈവപുത്രസ്ഥാനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അനുതാപത്തോടെ തിരിച്ചു ചെല്ലുമ്പോൾ പിതാവായ ദൈവം നമ്മെ സ്വീകരിക്കുമെന്ന് പറയാൻ വേണ്ടി, നമ്മളെ കാത്തിരിക്കുന്ന ദൈവം നമ്മളെ സ്വീകരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് അവിടെ ഉപമ പറയുക. അവിടെയും ദൈവം പിതാവാണ്. ഇനി എങ്ങനെയാണ് ഈ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയരുക? ലൂക്കാസ് സുവിശേഷത്തിൽ 6:35 പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ഉയരണമെങ്കിൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളോട് വിരോധമുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കണം, മറ്റുള്ളവർക്ക് തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യണം, ആവശ്യക്കാരൻ ഒഴിഞ്ഞു നിൽക്കാതിരിക്കണം. അങ്ങനെ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ നമ്മെ തന്നെ ഉപേക്ഷിക്കുന്ന സ്നേഹപൂർണമായ നിലപാടെടുക്കുകയും ക്ഷമയുടെ ഭാഗം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടൂ എന്നാണ് വചനം ഓർമ്മിപ്പിക്കുക. പിതാവായ ദൈവത്തോടുള്ള ഭക്തി പുത്രഭക്തിയായിട്ടാണ് മാറേണ്ടതെങ്കിൽ സാഹോദര്യം എന്ന ഭാവനയിൽ ഉറയ്ക്കാൻ പറ്റണം. എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കാണാൻ പറ്റണം. എല്ലാവരോടും കരുണ ചെയ്യുന്നവരായി, എല്ലാവർക്കും വേണ്ടി സ്വയം അർപ്പിക്കുന്നവരായി മാറാൻ
നമുക്ക് കടപ്പാടുണ്ട്. ഇനി ആരാണ് ദൈവപുത്രന്മാർ? റോം 8:4 പറയും, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവപുത്രന്മാരാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് വെച്ചാൽ സ്നേഹത്തിൽ വ്യാപരിക്കുന്ന ഏവരും ദൈവപുത്രന്മാരാണെന്നാണ് വചനം അവിടെ ഓർമ്മിപ്പിക്കുക. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് ജീവിതം നയിക്കുമ്പോഴാണ് ദൈവപുത്ര സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുക. പിതൃപുത്ര ഭക്തി എന്ന് പറയുന്നത് സാധാരണഗതി നമ്മൾ കാണുന്നത് ദൈവം നമ്മുടെ അപ്പനാണ്, അതുകൊണ്ട് എല്ലാം ചോദിക്കാം, നമ്മൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്, ദൈവം എല്ലാം തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തെ അപ്പനായി കണ്ടുകൊണ്ട് പിതാവേ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദൈവത്തിനറിയാം, സ്വർഗസ്ഥനായ പിതാവിനറിയാം. ദുഷ്ടരായ മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ മെച്ചപ്പെട്ടത് ചെയ്യും ദൈവം. അതുകൊണ്ട് ദൈവത്തിന് ആത്മാവിനെ തന്നെ നൽകും. ദൈവാത്മാവിനോട് വിധേയപ്പെടുന്നവരായിട്ട് ജീവിക്കാൻ പറ്റുകയും ദൈവപിതാവാണ്, സ്നേഹവാനായ പിതാവാണ് നമ്മെ സ്വീകരിക്കുന്നതെന്ന ബോധ്യത്തോടെ, അവന്റെ മക്കളെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. ഇതാണ് പിതൃപുത്ര ഭക്തി. സാധാരണ നമ്മൾ കാണുമല്ലോ, നമ്മൾ യേശുവിനോട് നേരിട്ട് കാര്യങ്ങൾ പറയുന്നു, പിതാവിനോട് കാര്യങ്ങൾ പറയുന്നു. കാരിസ്മാറ്റിക് പ്രയറിലൊക്കെ സാധാരണ കാണുന്ന ഒരു കാര്യം അതാണ്. പിതാവിനോട് നേരിട്ട് പറയുന്നു, കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്നു. ദൈവം നമുക്ക് ആവശ്യമായവെല്ലാം നൽകും, നമ്മുടെ പിതാവാണ് എന്ന ബോധ്യത്തിൽ പുത്രസഹജമായ സ്നേഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ മാത്രം ഭക്തി ഒതുങ്ങില്ല, ആ പ്രാർത്ഥനയുടെ ജീവവഴിയായ, പ്രയോഗ വഴിയായി മറ്റുള്ളവരെ സ്നേഹിക്കുകയും എല്ലാവരും സാഹോദര്യത്തിലായി തീരുകയും ചെയ്യാൻ പറ്റണം. അത് സമുദായത്തിൽപ്പെട്ടവരോടാണെന്നല്ല, സകല മനുഷ്യരോടും ഈ ബന്ധത്തിൽ പുരോഗമിക്കാൻ പറ്റണം. അപ്രകാരം എല്ലാവരോടും ബന്ധത്തിൽ പുരോഗമിക്കാൻ കഴിയുമ്പോൾ മാത്രമേ പിതൃപുത്ര ഭക്തി എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായി തീരും. ഫെബ്രുവരി ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 5-6 തിരുവചനങ്ങളിൽ നമുക്കുണ്ടാകുന്ന ശിക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് മക്കളായി പരിഗണിക്കുന്നതുകൊണ്ടാണ്. മക്കളായി പരിഗണിക്കുന്നവരെ പ്രഹരിക്കുന്നു. കാരണം നമ്മുടെ ശിക്ഷണത്തിൽ വളർത്തുന്ന ഒരു പിതാവിന്റെ ഭാവം ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും ശിക്ഷണത്തിൻ്റെതായിട്ട് കാണണം. നഷ്ടധൈര്യരാകരുത്. നമ്മെ സ്നേഹിക്കുകയാണ് ദൈവം, മക്കളായിട്ട് കരുതാണ്. അപ്പൊ മക്കളോട് ദൈവം കാണിക്കുന്ന കരുണയായിട്ട് ഈ ശിക്ഷണങ്ങളെ കാണാൻ കഴിയണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഫെബ്രുവരി ലേഖനത്തെ നമുക്ക് കാണാം. അപ്പൊ പിതാവായ ദൈവത്തിന്റെ മക്കളാണെന്നൊരു ബോധ്യത്തിൽ നമുക്ക് വളരാൻ പറ്റണം. ആ ബോധ്യം സാഹോദര്യം എന്ന ഉന്നതമായ പ്രയോഗ വഴിയിലേക്ക് നമ്മെ എത്തിക്കുകയും വേണം. ഉത്തമഗീതത്തിലാണ് ദൈവത്തിലുള്ള പ്രണയം യഥാർത്ഥത്തിൽ നിഗൂഢമായ അർത്ഥത്തിൽ പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, പ്രാണനാഥനെ ചാരി വിജനദേശത്ത് നിന്ന് വരുന്ന ഇവൾ ആരാണ്? ദൈവത്തിന്റെ കൂട്ടിലാണ് നമ്മൾ, സ്നേഹത്തിലാണ് നമ്മൾ എന്നുള്ളതാണ് മാധുര്യഭക്തി ഓർമ്മിപ്പിക്കുക. അവിടെ രണ്ടായിട്ട് വേർതിരിക്കാൻ കഴിയില്ല. ദൈവം പ്രണയിയാണ്. ദൈവത്തിലുള്ള പ്രണയത്താൽ ജീവിതം മുഴുവനും അർപ്പിക്കുന്നവരായിട്ട് മാറും. ഉത്തമഗീതത്തിൽ 6-8 ഒരു കാര്യം പറയുന്നുണ്ട്, പ്രേമം മരണത്തെക്കാൾ ശക്തം. ദൈവത്തോടുള്ള പ്രണയമാണ് യഥാർത്ഥത്തിൽ മരണത്തെക്കാൾ ശക്തമായിട്ടുള്ളത്. ആ വഴിയെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് മിസ്റ്റർ ഫ്രാൻസിസ് തന്റെ ജീവിതം ഉപേക്ഷിച്ച് കർത്താവിന്റെ പുറകെ പോവുക. ഫ്രാൻസിസ് ഇവരെല്ലാം ഉപേക്ഷിച്ച് ലോകം മുഴുവനും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ആളായിട്ട് മാറുക. ദൈവത്തോടുള്ള അഗാധമായ പ്രണയമാണ്. അമ്മ ത്രേസ്യ ഉത്തമഗീതത്തിന് നൽകുന്ന വിവരണങ്ങളിൽ, വ്യാഖ്യാനങ്ങളിലൊക്കെ ഈ ആത്മബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് പ്രണയബന്ധം. ആ പ്രണയബന്ധം അകമഴിഞ്ഞുള്ള ബന്ധമാണ്, അവനവനെ ഉപേക്ഷിച്ചുള്ള ബന്ധമാണ്. ഒരു സ്ഥാനമഹിമയും അതിനകത്തില്ല. ദൈവത്തോട് സമ്പൂർണമായ ലയനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി തന്നെ തന്നെ വിട്ടുകൊടുക്കാൻ, പൂർണ്ണമായി അർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാൾക്ക് സകലതിനോടും പ്രണയം ഉണ്ടാവും. അയാൾ ഈ ലോകത്തൊന്നിനെയും വെറുക്കുന്നില്ല, അയാൾ ഈ ലോകത്തൊന്നിനെയും എതിർക്കുന്നില്ല, ഒന്നിനോടും അയാൾ പ്രതികൂലമായി പ്രതിവർത്തിക്കുന്നില്ല. അയാൾ എല്ലാറ്റിനെയും സ്വീകരിക്കുന്നു. എല്ലാം പ്രണയത്തെ പ്രതിയാണ്. പ്രണയത്തെ പ്രതി അങ്ങനെയാണല്ലോ. ഇഷ്ടം എന്താണ് ദൈവത്തിൻ്റെ എന്ന് അന്വേഷിക്കുന്നതായിട്ട് മാറും. ഇപ്പൊ സാധാരണഗതിയിൽ കാമുകന്മാർ പ്രണയബന്ധങ്ങളിൽ എങ്ങനെയാണ്? കാമുകന്റെ ഇഷ്ടമനുസരിച്ച് കാമുകി മാറും. വസ്ത്രം ധരിക്കുന്നതും മുടി ചീകുന്നതും അണിഞ്ഞൊരുങ്ങുന്നതും പ്രവർത്തിക്കുന്നതും നടക്കുന്നതും ഒക്കെ ഈ കാമുകന്റെ ഇഷ്ടത്തിലേക്ക് മാറാന്നു. ഇതേപോലെ തന്നെ കാമുകന്റെ ഇഷ്ടത്തിലേക്ക് കാമുകനും മാറും. അയാൾ പൊതുവിലുള്ള സ്വഭാവമൊക്കെ മാറ്റിയിട്ട് അയാളെ തന്നെ മറന്ന് മറ്റേയാൾക്ക് വേണ്ടിയായി മാറിത്തീരും. ഈ ഒരു ബന്ധം ദൈവവുമായിട്ടുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവ വഴിയെ ചരിക്കാൻ നമുക്ക് ബലം ഉണ്ടാകുക. അതൊരു ആനന്ദകരമായ അനുഭവമായിട്ട് മാറും. നമ്മെ തന്നെ ഉപേക്ഷിക്കുന്നതിലൂടെ, അവരനെ കരുതുന്നതിലൂടെ, ഞാനില്ല നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആത്മബന്ധത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കും. ഇത് ആനന്ദം നൽകുന്ന ഒരു മാർഗമാണ്, ആനന്ദപൂർണതയാണ്. അവിടെ എല്ലാ സാഹചര്യങ്ങളിലും ഉള്ളിൽ ഈ പ്രണയം കത്തിജ്വലിക്കും. പ്രണയികൾ എങ്ങനെയാണോ പ്രതികൂലങ്ങളെ നേരിടാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്നത്, ഈ ഭാവത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ത്യാഗികളായിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രണയബന്ധത്തിൽ ഊഷ്മളമായ മാധുര്യഭക്തിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു ബന്ധം യഥാർത്ഥത്തിൽ നമുക്കുണ്ടോ നമ്മൾ പരിശോധിക്കണം. വളർച്ചയുടെ ഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടായി വരാം, ഇടയ്ക്കൊക്കെ നമ്മൾ വീണു പോകാം. അങ്ങനെ വീണു പോകുമ്പോൾ യജമാന ദാസ്യ ഭക്തി നമ്മെ തുണയ്ക്കണം.
സ്നേഹിത ഭക്തി തുണയ്ക്കണം, പിതൃപുത്ര ഭക്തി നമ്മൾ തുണയ്ക്കണം. പക്ഷെ മാധുര്യ ഭക്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് അറിയണം. ദൈവവുമായി രണ്ടല്ലാത്ത രീതിയിൽ ദൈവേഷ്ടം നിറവേറാൻ വേണ്ടി തന്നെ സർവം ഉപേക്ഷിച്ച് കൂടെ ഇറങ്ങാൻ തയ്യാറാകുന്ന ഒരാൾ. നമ്മൾ ഈ കന്യാവ്രതം എടുക്കുമ്പോഴും പൗരോഹിത്യത്തിലേക്കൊക്കെ പോകുമ്പോഴും ഇതിന്റെ ബാഹ്യമായ രൂപം നിലനിർത്തുന്നുണ്ട്. എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ പുറകെ പോകും. ഹൃദയം കൊണ്ട് എത്രത്തോളം അങ്ങനെ ആവുന്നു എന്നുള്ളതാണ് പ്രധാനം. ഹൃദയം കൊണ്ട് അങ്ങനെ ആയില്ലെങ്കിൽ ബാഹ്യമായ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും തിരഞ്ഞെടുപ്പുകളും ഒക്കെ വൃഥാവിലായി പോകും. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം ഇതാണ്: ദൈവികമായ സഹവാസത്തെ മറ്റെല്ലാറ്റിനേക്കാളും പ്രധാനമായി കരുതുന്ന, അവന്റെ സന്നിധിയിലാണ് ജീവിതമെന്ന് കരുതുന്ന, അവനെ പ്രതി എല്ലാവർക്കും വേണ്ടിയായി തീരാൻ ഹൃദയം ഒരുങ്ങുന്ന ഒരാളാണ് യഥാർത്ഥ പ്രണയി. ദൈവത്തിന് ഇഷ്ടം നിറവേറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈശോ പിതാവിന്റെ സന്നിധിയിൽ തന്നെ ഉപേക്ഷിച്ച് എല്ലാവർക്കും വേണ്ടിയായിത്തീരുന്നു. ദൈവത്തോട് അഗാധമായ ബന്ധമാണ് പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തുന്നത്. ഇത് നമുക്ക് ഓരോരുത്തർക്കും ബാധകമായ കാര്യമാണ്. സഭ ഒരു മണവാട്ടിയായിട്ടാണ് വെളിപ്പാട് പുസ്തകം പറയുക. 19:7 നമുക്കത് കാണാം. സഭ മണവാട്ടിയാണ്. സഭ ദൈവത്തിന്റെ മണവാട്ടിയാണ്. പുതിയ ജെറുസലേമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ദൈവത്തിന്റെ മണവാട്ടിയാണെന്ന് ഓർക്കണം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മണവാട്ടിമാരാണ്. അത് പുരുഷനോ സ്ത്രീയോ എന്ന ഭേദമൊന്നുമില്ല, എല്ലാവരും. ഇനി കന്യാവ്രതത്തിലൊക്കെ കർത്താവിന്റെ മണവാട്ടിമാരെന്ന് പറയുമല്ലോ. സാധാരണഗതിയിൽ ദാമ്പത്യത്തിൽ ഇത് തന്നെ സ്ഥിതി. കാരണം ഒരാളെ സ്വീകരിക്കുന്നത് ദൈവത്തെ പ്രതിയാണ്, സ്വന്തം ഇഷ്ടത്തെ പ്രതിയല്ല. തോബിയാസ് പ്രാർത്ഥിക്കുന്ന പോലെ ഇതെന്റെ ഇഷ്ടത്തെ പ്രതിയല്ല. തോബിത്തിന്റെ പുസ്തകത്തിൽ നമുക്കത് കാണാൻ പറ്റും. എന്റെ ഇഷ്ടത്തെ പ്രതിയല്ല, എന്റെ അഭിലാഷത്തെ പ്രതിയല്ല, നിന്റെ സ്നേഹത്തെ പ്രതിയാണ്. അങ്ങനെ സ്നേഹത്തെ പ്രതിയായി മാറുന്ന, ദൈവത്തോടുള്ള ആഴമേറിയ പ്രണയത്തിലായിത്തീരുന്ന ഒരവസ്ഥയാണ് മാധുര്യ ഭക്തി. അവിടെ കേവലാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമല്ല, ഹൃദയപരമായി രണ്ടല്ലാത്ത രീതിയിൽ ജീവിക്കാൻ തന്റെ ജീവിതത്തെ തന്നെ വിട്ടുകൊടുക്കുന്ന, തന്റെ ജീവനെ തന്നെ വിട്ടുകൊടുക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ആ അവസ്ഥയിലാണ് ബർണദീത്തയൊക്കെ അൽഫോൻസാമയൊക്കെ സ്നേഹത്തിന്റെ മാധുര്യം അനുഭവിക്കുന്നത്. കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾക്കിടയ്ക്ക് മാധുര്യം അനുഭവിക്കുന്നവരായിട്ട് മാറുന്നു. നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ സ്നേഹത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള സ്വയം സമർപ്പണത്തിന്റെ ഭാഗങ്ങളായിട്ട് മാറുന്നു, സമ്മാനമായിട്ട് മാറുന്നു. കൊച്ചുരേശി പറയുന്ന പോലെ എന്റെ കളിപ്പെന്താണെന്ന് പറയുന്ന രീതിയിലേക്ക് സ്വയം എടുത്തു വെക്കാൻ പറ്റുന്നു. ഇത്തരത്തിൽ ജീവിതത്തെ പരിപൂർണമായി ദൈവത്തിൻ്റെതാണെന്ന് പറയാവുന്ന മാധുര്യ ഭക്തിയുണ്ട്. ഇപ്പൊ 4 ഭക്തികൾ നമ്മൾ പറഞ്ഞു. ഈ ഭക്തികളിൽ ആദ്യത്തെ ഭാഗങ്ങളെ ഒന്നും വിട്ടുകളഞ്ഞുകൊണ്ടല്ല മാധുര്യ ഭക്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ദൈവവുമായുള്ള ഒരു വിവാഹത്തിലേക്ക് നാം ക്ഷണിക്കപ്പെടുന്നു. കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാനായിട്ടാണ് നാം വിളിക്കപ്പെടുന്നത്. സഭ വിളിക്കപ്പെടുന്നു എന്നത് നാം ഓരോരുത്തരുമാണെന്ന് കൂടി ഓർക്കണം. അപ്രകാരം കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ വിളിക്കപ്പെട്ടവരും ദൈവത്തിന്റെ മണവാട്ടിമാരുമാണ് നമ്മളെന്ന് ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഇങ്ങനെ ആത്മീയമായ ഔന്നത്യത്തിലേക്ക് എത്തുന്ന 4 പടികളാണ് ഭക്തി നമുക്ക് കാണാൻ പറ്റുക. ഈ പടികളുടെ ഒക്കെ യഥാർത്ഥ ഭക്തിയും യഥാർത്ഥ അനുഭവമായി മാറുന്നത് ജീവിത പ്രയോഗത്തിലാണ്, അവരിനോടുള്ള ബന്ധത്തിലാണ്. അത് ദാസന്മാരാണ്, അതുകൊണ്ട് ശുശ്രൂഷിക്കാനാണെന്ന ബോധ്യത്തിൽ, സ്നേഹിതരാണ്, അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിതരായിട്ട് കാണാവുന്ന രീതിയിൽ, നമ്മൾ മക്കളാണ്, അതുകൊണ്ട് എല്ലാവരെയും മക്കളായിട്ട് കാണാവുന്ന രീതിയിൽ നമ്മൾ ദൈവത്തിന്റെ പ്രണയിയാണ്. എല്ലാവരിലും ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിതം മുഴുവനും പ്രണയമാക്കി മാറ്റാൻ കഴിയുന്നവരായി നമുക്ക് മാറാൻ പറ്റണം. ഈ പുരോഗമനത്തിന്റെ വഴിയിലാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഏത് ഘട്ടത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. വീഴ്ചകളുള്ളിടത്ത് തിരുത്തുന്നത് നല്ലതാണ്. ആ വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴാണ് ആത്മീയ വഴിയിൽ പ്രകാശപൂർണമായ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റുക, ക്രിസ്തുവിൽ ഒന്നായി തീരാൻ പറ്റുക. ആ അനുഭവത്തിലേക്ക് എവരെയും ദൈവം ആനയിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ക്ഷണം സ്വീകരിക്കാനുള്ള ആത്മബലം ഓരോരുത്തർക്കും ലഭ്യമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.